അമേരിക്കയുടെ പിന്തുണ ഉണ്ടായാൽ കൂടി ഇസ്രായേലിന് ഇറാനുമായി ഒരു യുദ്ധം നടത്തി വിജയിക്കാൻ കഴിയില്ല. പക്ഷെ ഇസ്രായേൽ ഒരു യുദ്ധത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ തിരിച്ചടിക്കും, ആക്രമിക്കും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ആക്രമണം കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ആ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ പിന്നീട് വരും. എന്തായാലും ഇസ്രായേൽ പറഞ്ഞതനുസരിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ അയൺ ഡോമുകൾ നിശ്ചലമായിരുന്നു, പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം അമേരിക്കയും ബ്രിട്ടനും ചേർന്നാണ് പല മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും ഒക്കെ തകർത്തത്, വെടിവെച്ചിട്ടത്. ബാക്കി ഒരുപാടെണ്ണം ഇസ്രായേലിനകത്ത് തന്നെ ചെന്ന് പതിച്ചു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ജെറുസലേമിലെ ഒരു ഒളി കേന്ദ്രത്തിലേക്ക് മാറി, ബങ്കറിനകത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് അവിടെ ഭൂമിക്കടിയിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ അവരൊട്ടും സുരക്ഷിതരല്ല.